6 മാസത്തെ എന്റെ സമ്പാദ്യം 12,000 രൂപ കൊണ്ടാണ് അവൻ പോയത്. എന്തു പറ്റി രമേശ് ഏട്ടാ, എന്താ വല്ലായിരിക്കുന്നേ? ഒന്നും പറയണ്ടെന്നേ. ആ സുരേഷ് ശർമാജി അല്ലേ ഈ കമ്മിറ്റിയൊക്കെ നടത്തിയിരുന്നേ. അവനൊരു 4 ദിവസമായിട്ട് കാണാനില്ല. എല്ലാവരും പറഞ്ഞു അവൻ കാശായിട്ട് കടന്നുപോയെന്ന്. 12,000 രൂപ ഞാൻ അവന് കൊടുത്തതല്ലേ. ഇനി ഞാൻ എവിടുന്നാ കാശ് തിരിച്ചു പിടിക്കാനാ? 2 വർഷം മുമ്പ് ഞാനും ഇതിൽ പൈസ ഇട്ടതാ. എന്റെ 10,000 രൂപ നഷ്ടമായി. ഞാനിപ്പോ ബഡ്ജറ്റ് ആപ്പിലെ പൈസ സേവ് ചെയ്യുന്നേ. അതെന്താ? ബഡ്ജറ്റ് ആപ്പിൽ ഡെയിലി സേവിങ്സിനുള്ള ഓപ്ഷൻ ഉണ്ട്. UPI വഴി ICICI ബാങ്കിലൂടെയും ആക്സിസ് ബാങ്കിലൂടെയും നമുക്ക് ഫണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ആപ്പ് എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. പെട്ടെന്ന് എനിക്ക് പൈസ എടുക്കേണ്ട വന്നാലോ? ഇതിന്റെയൊക്കെ സുരക്ഷ ഉറപ്പാണോ? ബഡ്ജറ്റ് ആപ്പിൽ KYCക്ക് ശേഷം 3 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ICICI ബാങ്കിലേക്കോ ആക്സിസ് ഫണ്ടിലേക്കോ പോകും. പിന്നെ ഓരോ സ്റ്റെപ്പുകളായിട്ട് SMS വഴി നിങ്ങൾക്ക് വിവരവും ലഭിക്കും. പിന്നെ ബഡ്ജറ്റ് ആപ്പിൽ ഒരു തരത്തിലുള്ള ലോഗിനും ഇല്ല. ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് പണവും പിൻവലിക്കാം. മാത്രമല്ല ദിവസേന FD പോലെ പലിശയും കിട്ടും. ദിവസേന എത്ര സേവ് ചെയ്യാൻ പറ്റും? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 51 ആവാം, 101 ആവാം, 201 ആവാം, നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ. ഞാൻ ദിവസേന 201 SIP തുടങ്ങി. ആപ്പിൽ ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. എന്താണ് രമേഷ് ഭായ്, രാവിലെ തന്നെ ഭയങ്കര ഹാപ്പി ആണല്ലോ. അത് പിന്നെ ഞാൻ 2 ആഴ്ചയായി ബഡ്ജറ്റ് ആപ്പിൽ 300 രൂപ വെച്ച് സേവ് ചെയ്യുന്നു. ഇപ്പൊ 4,500 രൂപയോളം ആയി. സംഭവം കൊള്ളാം. ബഡ്ജറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂറാ.